ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വയറിനും ഏറ്റവും പറ്റിയ ഒരു ധാന്യമാണ് യവം അല്ലെങ്കിൽ ഡയബറ്റോ റൈസ് എന്നാണ് ഇത് പറയുന്നത്. യവം എന്നാണ് ആ ധാന്യത്തിൻ്റെ പേര്. ഡയബറ്റോ റൈസ് ഡയബറ്റിക്കാർക്കാണെന്ന് വിചാരിക്കും, പക്ഷേ ഡയബറ്റിക്കാർക്കൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഞാൻ ഡയബറ്റിക്കൊന്നും അല്ല, പക്ഷേ ഞാൻ ഒത്തിരി നാളുകൊണ്ട് എൻ്റെ രാവിലത്തെ ഭക്ഷണമാണ് ഈ യവം. ഇത് നല്ലപോലെ ഒരു 2 ടേബിൾ സ്പൂണ് സ്കൂപ്ഡ് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. നമ്മൾ അരി വാഷ് ചെയ്യില്ല അതുപോലെ. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു 100 ml ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കണേ. 200 ml എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് അത് നമുക്ക് കഞ്ഞി കുറച്ചും കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുക. ഇനി കുക്കറിൽ ഇടാതെയും നമുക്ക് പാത്രത്തിലിട്ടും ഏതെങ്കിലും വെസലിൽ വെച്ചിട്ടും നമുക്ക് വേവിച്ചെടുക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കഞ്ഞി അല്പം കൂടി കുറുതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി എടുക്കണമെങ്കിലും എടുക്കാവുന്നതാണ്. അഡ്ജസ്റ്റബിളാണ്. ഇത് അധികം കഴിച്ചു എന്ന് വിചാരിച്ചും യാതൊരു പ്രശ്നവും വരുന്നില്ല. നമുക്കൊരല്പം ഉപ്പ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ കഞ്ഞി കുടിക്കുമ്പോൾ പൊടിയരിക്കഞ്ഞിയൊക്കെ കുടിക്കില്ലേ എന്ന പോലെ കഴിക്കാവുന്നതാണ്. എന്തെങ്കിലും തോരനോ പയറ് തോരനോ പച്ചക്കറി തോരനോ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ചട്നി കൂട്ടിയിട്ടോ കഴിക്കാം. ഞാനിവിടെ പയറും കോവയ്ക്കയും കൂടിയുള്ളൊരു തോരൻ കൂട്ടിയാണ് കഴിക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ്. പിന്നെ ഒരു മാങ്ങ ചമ്മന്തി കൂടി കൂട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല ആരോഗ്യപ്രദമായ ഈ ഫുഡ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല.